ഇന്ത്യൻ നഴ്സിംഗ് രംഗത്തെ ഉണങ്ങാത്ത മുറിവാണ് 25-കാരിയായ അരുണ ഷാൻബാഗ് എന്ന പേര്. തന്റെ തൊഴിൽ രംഗത്തു നിന്നും അതേ ആശുപത്രിയിൽ നിന്നും ക്രൂര ബലാത്സംഗത്തിനിരയായി 42 വർഷമാണ് അരുണ അബോധാവസ്ഥയിൽ കഴിഞ്ഞത്. ആരാണ് അരുണ ഷാൻബാഗ്? മുംബൈ പരേലിലെ കിങ് എഡ്വേർഡ് മെമ്മോറിയൽ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായിരുന്നു അരുണ. 1973 നവംബർ 27 അരുണ തന്റെ ഡ്യൂട്ടിക്ക് എത്തിയതായിരുന്നു. എന്നാൽ അന്ന് അരുണയെ കാത്തിരുന്നത് വലിയൊരു ദുരന്തമായിരുന്നു. അന്ന് പതിവ് പോലെ വസ്ത്രം മാറാൻ എത്തിയതായിരുന്നു അരുണ. അവിടെയുള്ള ഇടനാഴിയിൽ അരുണയും കാത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു അതേ ആശുപത്രിയിലെ വാർഡ് ബോയ് സോഹൻലാൽ ഭർത്ത വാൽമീകി. ഇരുവരും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ട്. അവിടെയുള്ള പട്ടികൾക്ക് സോഹൻലാൽ ഭക്ഷണം കൊടുക്കരുതെന്ന് പറഞ്ഞായിരുന്നു പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായത്. സോഹൻലാലിനെ കുറിച്ച് നിരവധി പരാതികൾ അരുണയിൽ നിന്ന് ആശുപത്രി മാനേജ്മെന്റിന് ലഭിച്ചിട്ടുണ്ട്. പലപ്പോഴും ഇരുവരും തമ്മിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിട്ടുമുണ്ട്. അതേ ആശുപത്രിയിലെ PG റെസിഡന്റ് ഡോക്ടർ സന്ദീപ് സർദേശായുമായിട്ടുള്ള അരുണയുടെ വിവാഹം ഉറപ്പിച്ച സമയമായിരുന്നു അത്. അതിന്റെ അഹങ്കാരത്തിലായിരിക്കും അരുണ സോഹൻലാലിനോട് ഇങ്ങനെ പെരുമാറുന്നതെന്ന് ഓർത്തപ്പോൾ അയാളുടെ ദേഷ്യം ഇരട്ടിയായി. എന്തായാലും അരുണ വസ്ത്രം മാറാൻ വരുന്നതെന്ന് നോക്കിയിരുന്നു സോഹൻലാൽ. വസ്ത്രം മാറി ഇറങ്ങി ഉള്ളിൽ മറ്റൊരു മുറിയിൽ നിന്ന് ഉടുത്ത സാരി ഒന്നുകൂടെ ശരിയാക്കുമ്പോൾ സോഹൻലാൽ മുറിയിലേക്ക് ഇടിച്ചു കയറി. കയ്യിലുണ്ടായിരുന്ന നായയെ കെട്ടുന്ന ചങ്ങല കൊണ്ട് കഴുത്തു മുറുക്കി അരുണയെ ക്രൂര പീഡനത്തിനിരയാക്കി. ചങ്ങല കുരുങ്ങി തലച്ചോറിലേക്ക് ഓക്സിജൻ എത്തിക്കുന്ന ഞരമ്പ് മുറിഞ്ഞുപോയി. അവൾക്ക് ആർത്തവമുള്ള ദിവസം തന്നെയായിരുന്നു അരുണ പീഡനത്തിനിരയാകുന്നത്. പീഡനത്തിന് ശേഷം അയാൾ അവിടെ നിന്നും ഒന്നും സംഭവിക്കാത്ത മട്ടിൽ തന്നെ തന്റെ ജോലി ആരംഭിച്ചു. ശേഷം അടുത്ത ദിവസം 1973 നവംബർ 28 അരുണയുടെ ക്രൂര പീഡനത്തിന്റെ കഥ ആ ആശുപത്രി മുഴുവൻ അറിയുന്നത്. അന്ന് രാവിലെ ആ ബിൽഡിംഗിലേക്ക് എത്തിയ മറ്റൊരു തൂപ്പുകാരനാണ് ആ കാഴ്ച കണ്ടത്. അയാൾ ആദ്യം കാണുന്നത് ഒരു സ്ത്രീയുടെ നഗ്നമായ കാലുകളും ചുറ്റിലും കട്ട പിടിച്ച ചോരയുമാണ്. അയാളാണ് ആ വിവരം എല്ലാവരെയും അറിയിക്കുന്നത്. തുടർന്ന് പോലീസിനെ വിവരം അറിയിച്ച് അരുണയെ ആരോ ആക്രമിച്ച് കൊള്ള നടത്തിയെന്ന് പറഞ്ഞു. അരുണയുടെ പരിക്കുകൾ കണക്കിലെടുത്ത് ഗൈനക്കോളജി വിഭാഗം യുവതി പീഡനത്തിനിരയായെന്ന പരിശോധന നടത്തി. 2 ഫിംഗർ ടെസ്റ്റിൽ അരുണയുടെ കരിഞ്ഞ ചർമ്മം നഷ്ടപ്പെട്ടില്ലെന്ന് മനസ്സിലായി. ആശുപത്രി അധികൃതർ പലതും മറച്ചുവെക്കുന്നതായി സംശയം തോന്നിയ നഴ്സുമാർ രോഷാകുലരായി തുടങ്ങി. നഴ്സുമാരുടെ സുരക്ഷയിൽ ആശുപത്രി അധികൃതർ കാണിക്കുന്ന അനാസ്ഥയിൽ പ്രതിഷേധിച്ച് KEM ആശുപത്രിയുടെ ചരിത്രത്തിൽ ആദ്യമായി അന്നേ ദിവസം നഴ്സുമാർ ഒന്നടങ്കം ഡ്യൂട്ടി ബഹിഷ്കരിച്ച് സമരം ചെയ്തു. പോലീസ് ആശുപത്രിയിലുള്ളവരെ ചോദ്യം ചെയ്തപ്പോഴും അന്വേഷണം നടത്തിയപ്പോഴും ലഭിച്ച പേര് ഒന്ന് മാത്രമായിരുന്നു: സോഹൻലാൽ. ഭൂരിപക്ഷം ആളുകളും പറഞ്ഞ പേരായിരുന്നു അയാളുടേത്. കാരണം അയാൾക്കായിരുന്നു അരുണയോട് വൈരാഗ്യമുണ്ടായിരുന്നത്. നവംബർ 29 ഭാര്യ വീട്ടിൽ വെച്ച് സോഹൻലാലിനെ അറസ്റ്റ് ചെയ്തു. അയാൾക്ക് മേൽ പോലീസ് അന്ന് ചുമത്തിയ കുറ്റം IPC 307, 397 വകുപ്പുകൾ പ്രകാരം കൊള്ളയടിക്കുക എന്ന ഉദ്ദേശത്തോടെ അരുണ ഷാൻബാഗ് എന്ന നഴ്സിനെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് മാത്രമാണ്. ആശുപത്രി തൊഴിലാളികൾ ആരും തന്നെ അരുണ ലൈംഗികമായി പീഡനത്തിനിരയായിട്ടുണ്ടെന്നോ സോഡോമൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നോ പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെയും അയാളുടെ മേൽ ബലാത്സംഗ കുറ്റവും ചുമത്തിയില്ല. പീഡന വിവരം അവർ മറച്ചുവെക്കാനുള്ള കാരണമായി പറയുന്നത് അരുണയും ഡോക്ടർ സന്ദീപുമായുള്ള വിവാഹം മുടങ്ങാതിരിക്കാനാണെന്നായിരുന്നു. ആര് പറഞ്ഞിട്ടാണ് ഈ വിവരം മറച്ചുവെച്ചതെന്ന് ഇന്നും വ്യക്തമല്ല. വിചാരണ വേളയിൽ കോടതിയിലെത്തിയ സോഹൻലാൽ എന്ന നരാധപന് കിട്ടിയ ശിക്ഷ 7 വർഷത്തെ ജയിൽവാസം മാത്രമായിരുന്നു. എന്നാൽ അതിലേറെ കണ്ണു നിറയിച്ച കാഴ്ചയായിരുന്നു അരുണയുടെ ഭർത്താവാകേണ്ടിയിരുന്ന സന്ദീപ് സർദേശായുടേത്. രോഗികളോടുള്ള പരിചരണം കണ്ട് ഒരു ഡോക്ടറിന് മിടുക്കിയായ നഴ്സിനോട് തോന്നിയ പ്രണയം. സന്ദീപിന്റെ പ്രണയം പൂർണ്ണ സന്തോഷത്തോടെയും സമ്മതത്തോടെയുമാണ് അവൾ സ്വീകരിച്ചത്. ആക്രമിക്കപ്പെടുന്നതിന്റെ തലേ ദിവസവും അവൾ സന്ദീപിനെ കണ്ട് അന്നത്തെ വിശേഷങ്ങളെല്ലാം പങ്കുവെച്ച് ഒരുമിച്ച് കാപ്പിയും കുടിച്ചാണ് അരുണ ഡ്യൂട്ടിക്ക് കയറിയത്. പിറ്റേന്ന് അരുണ പീഡനത്തിനിരയായെന്ന വാർത്തയറിഞ്ഞ് സന്ദീപ് അരുണയുടെ അടുത്തെത്തി. അന്നത്തെ ആ വരവ് അയാൾ വർഷങ്ങളോളം മുടക്കിയില്ല. എന്നും രാവിലെ 9 മണിക്ക് അയാൾ അരുണയെ കാണാനെത്തും. സന്ദീപ് എത്തുമ്പോഴേക്കും നഴ്സുമാർ അരുണയെ കുളിപ്പിച്ച് വസ്ത്രം മാറ്റിക്കും. അരുണയുടെ അടുത്തെത്തി അവളോട് ഗുഡ് മോർണിംഗ് പറഞ്ഞ് നെറ്റിയിൽ ചുംബിക്കുന്ന സന്ദീപ് അവൾക്ക് പൊട്ടും വെച്ച് കൊടുക്കും. ആ കാഴ്ച കണ്ടുവന്ന നഴ്സുമാർ ഓരോരുത്തരും അറിയാതെ വിതുമ്പിക്കൊണ്ടിരുന്നു. ജീവശവമായി കിടക്കുന്ന അരുണയോട് അയാൾ നിർത്താതെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഫിസിയോതെറാപ്പി ചെയ്യുമ്പോൾ കൂടെയിരിക്കും. തിരിച്ചൊരു പ്രതികരണവും ഉണ്ടാകില്ലെന്നറിഞ്ഞിട്ടും അയാൾ അയാളുടെ കഥകൾ തുടരും. ആ വാർഡിലൂടെ അവളെ ചേർത്ത് പിടിച്ചു നടത്താൻ ശ്രമിക്കും. പഴയ അരുണയെ തിരിച്ചു കിട്ടില്ലെന്നറിഞ്ഞിട്ടും അയാൾ അവൾക്കായി സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കും.
അരുണ കിടപ്പിലായി 4 വർഷം അയാൾ എന്നും അവൾക്കരികിലെത്തി. എന്നാൽ ഇതറിഞ്ഞ സന്ദീപിന്റെ വീട്ടുകാർ അയാളെ മറ്റൊരു വിവാഹത്തിനായി നിർബന്ധിച്ചുകൊണ്ടിരുന്നു. 1977 ഏപ്രിൽ 30 രാവിലെ പതിവ് പോലെ അവളെ കാണാനെത്തി. ഏറെ സങ്കടത്തോടെയായിരുന്നു ആ വരവ്. അന്ന് അവൾക്കായി പൊട്ടുകുത്താനോ കൈകൾ പിടിച്ച് സംസാരിക്കാനോ അയാൾക്ക് കഴിഞ്ഞില്ല. അവളുടെ ബെഡിനരികിൽ ഒരു സ്റ്റൂൾ ഇട്ടിരുന്ന് അയാൾ അരുണയോട് പറഞ്ഞു, നാളെ 1-ാം തീയതി തന്റെ വിവാഹമാണ്. വീട്ടുകാരുടെ നിർബന്ധത്തിനാണ് ഈ വിവാഹം കഴിക്കുന്നത്. ഇനിയും അരുണയെ കാണാൻ വന്നാൽ അത് ഞാൻ ആ പെൺകുട്ടിയെ ചതിക്കുന്നതിന് തുല്യമാകുമെന്നും ഇനി തന്നെ കാണാൻ വരില്ലെന്നും ഇത് തന്റെ അവസാന വരവാണെന്നും പറഞ്ഞു. തന്നോട് ക്ഷമിക്കണമെന്നും ദേഷ്യം തോന്നരുതെന്നും പറഞ്ഞ് അയാൾ പോയി. 4 വർഷങ്ങൾക്ക് ശേഷമാണ് അയാൾ വീട്ടുകാരുടെ സമ്മർദ്ദത്തിൽ മറ്റൊരു വിവാഹം കഴിച്ചത്. ഇതിനിടയിൽ ആശുപത്രി നടത്തുന്ന ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷൻ അരുണ ഷാൻബാഗിനെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനും തീരുമാനിച്ചു. ആ സ്ഥലം യഥാർത്ഥത്തിൽ ജീവിതത്തിലേക്ക് തിരിച്ചു കിട്ടില്ലെന്ന് ഉറപ്പിച്ച രോഗികളെ അവരുടെ അവസാന നിമിഷം കടുത്ത വേദനാ സംഹാരികൾ കുത്തിവെച്ച് മയക്കി മരിക്കാൻ വിടുന്ന ഒരു ഇടമാണ്. എന്നാൽ അരുണ എങ്ങനെയെങ്കിലും മരിക്കാനാണ് ഈ നടപടിയെന്നറിഞ്ഞ KEMലെ നഴ്സുമാർ ഒന്നടങ്കം സമരത്തിനിറങ്ങി. അവരുടെ പ്രതിഷേധം വിജയം കാണുകയും ചെയ്തു. പിങ്കി വിരാനി എന്ന പത്രപ്രവർത്തകയാണ് അരുണ ഷാൻബാഗിന്റെ കഥ പുറംലോകത്തെ അറിയിച്ചത്. കർണാടകയിലെ ഹൽദിപുരിൽ നിന്ന് 18-ാം വയസ്സിൽ നഴ്സിംഗ് പഠിക്കാൻ മുംബൈയിലെത്തുകയും അവിടെ തന്നെ ജോലി നേടുകയും ചെയ്ത അരുണയുടെ ജീവിതം അരുണയുടെ കഥ എന്ന പേരിൽ പിങ്കി പിന്നീട് പുസ്തകമാക്കുകയും ചെയ്തു. അരുണയുടെ ദയാവധത്തിന് അനുമതി തേടി 2009 പിങ്കി സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും അപേക്ഷ 2011 സുപ്രീം കോടതി തള്ളി. ആശുപത്രിയിലെ എല്ലാ നഴ്സുമാരും ജീവനക്കാരും ദയാവധത്തെ എതിർത്തു. കോടതി നിർദ്ദേശാനുസരണം അരുണയെ പരിശോധിച്ച മെഡിക്കൽ സംഘത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ചാണ് ദയാവധപേക്ഷ അന്ന് തള്ളിയത്. ദയാവധമെന്ന ആവശ്യം നിരാകരിച്ചെങ്കിലും ജസ്റ്റിസുമാരായ മർക്കണ്ടേയ കഡ്ജുവും ഞാൻ സുധാ മിശ്രയും ഉൾപ്പെട്ട ബെഞ്ച് പരോക്ഷ ദയാവധം ഇന്ത്യയിൽ നിയമവിധേയമാക്കിക്കൊണ്ട് വിധി പുറപ്പെടുവിപ്പിച്ചു. ജീവിതത്തിലേക്ക് ഒരിക്കലും മടങ്ങാനാവാത്ത വിധം ശയ്യാലംബരായവരുടെ ജീവൻ രക്ഷാ സംവിധാനങ്ങൾ വിച്ഛേദിച്ചും ഭക്ഷണം ഒഴിവാക്കിയും ക്രമേണ മരണം അനുവദിക്കാമെന്നതാണ് പരോക്ഷ ദയാവധം. സവിശേഷ സാഹചര്യത്തിൽ മാത്രമേ അത് അനുവദിക്കാവൂ എന്നും വിധിയിൽ കോടതി വ്യക്തമാക്കി. 42 വർഷം അരുണ KEM ആശുപത്രിയിൽ ഒരേ കിടപ്പ് കിടന്നു. സഹപ്രവർത്തകർ ഓരോരുത്തരും അവളെ നല്ലതുപോലെ പരിപാലിച്ചു. 2015 മെയ് 18-ാം തീയതി അരുണ തന്റെ 67-ാം വയസ്സിൽ ന്യൂമോണിയ ബാധിച്ച് മരണത്തിന് കീഴടങ്ങി. അതിനുശേഷം സോഹൻലാലുമായി മാധ്യമങ്ങൾ നടത്തിയ അഭിമുഖത്തിൽ അയാൾ പറഞ്ഞത് താൻ അരുണയെ കൊല്ലാൻ ശ്രമിച്ചില്ലെന്നും ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയിട്ടില്ലെന്നും വിരോധത്തിന്റെ പേരിൽ താൻ അരുണയെ വെറുതെ കവിളിൽ അടിക്കുക മാത്രമാണ് ചെയ്തതെന്നുമാണ്. ഒരു പെൺകുട്ടിയുടെ ജീവിതം 10 മിനിറ്റുകൾ കൊണ്ട് നശിപ്പിച്ച സോഹൻലാലിന് കിട്ടിയ ശിക്ഷ വെറും 7 വർഷം തടവ്. നഷ്ടമായത് അവളുടെയും ഡോക്ടർ സന്ദീപിന്റെയും സ്വപ്നങ്ങൾ.